സത്യാ പറയണ എന്റെ ബോധം പോയി. കാക്ക കള്ളം പറഞ്ഞാൽ ഇവിടെ ആരും കള്ളം പറയില്ല. എനിക്ക് പോവാൻ ബോധെങ്കിലും ഉണ്ട്, ഇവർക്ക് അതും ഇല്ല. ഇന്നത്തെ വീഡിയോ സായിലന്റെ കൂടായി. ഇന്ന് ഞാൻ പറഞ്ഞു ഇതിൽ പറഞ്ഞു ഗൈസ് ഇന്ന് നമ്മളെ നാട്ടിൽ മഴ പെയ്യാൻ സാധ്യത ഉണ്ട്, കാർമൂടൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഇപ്പൊ ഇതിന്റെ മുന്നേ കടൽ കയറും പറഞ്ഞു. ഇന്ന് മഴ പെയ്ത് കാട്ടി കൊടുക്കും. മഴ പെയ്ത് എന്താ ഇളിഞ്ഞാ ഇത് കാണിച്ചെടുക്കി ഇവിടെ നോക്ക്, മഴ നോക്ക് നോക്ക് ഇവിടെ വാ. എന്താ ഇക്കിന് ഞാൻ കണ്ടല്ലോ. എന്തേ സമ്മതിച്ചോ? ആദ്യത്തെ ഉപ്പത്തതൊക്കെ സമ്മതിക്കണ്ട. ഞാൻ പറഞ്ഞത് എന്താ ഇന്ന് മഴ പെയ്യൂന്ന് പറഞ്ഞേ അല്ലേ? ഇന്ന് പെയ്യുന്ന പക്ഷെ പെയ്തോ അല്ല വെയിലിറക്കണത്? പിന്നെ അതെന്താണ് മോട്ടർ വെച്ചടിക്ക? ടാങ്ക് നിറഞ്ഞ എന്താണ്? ടാങ്ക് നിറഞ്ഞ എന്താ ഇതാ ആകാശത്തുനിന്ന് ഇന്ന് ഫുള്ള് ഉണ്ടായിപ്പോ വിറക് എടുത്തിടാൻ പറഞ്ഞിട്ട് എടുത്തിരുന്നില്ല. എനിക്ക് എങ്ങനെ തലവേദനാണ് ഇത്. അല്ലാണ്ട് എപ്പോഴോ ഇറങ്ങിണ്ടാവും. ആര് ജോ? ഇന്ന് ഉടായിപ്പാണ്. ഉമ്മ പറഞ്ഞേ മയിര് പൈല അവിടെ ഇരുന്നോ ഓളെ ഭാഗത്ത്. നമ്മളെന്തത് മറ്റേ വീഡിയോ ഒന്ന് നോക്കിയാണ്ട് നമ്മള് കളിയാക്കണ സീൻ ഉണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യണേ. അന്ന് കളിയാക്കണേ അന്നത്തെ വ്ളോഗ് ഉണ്ട്, അതുണ്ടെങ്കിൽ നോക്കിക്കോ. ഞാൻ പറഞ്ഞ കറക്റ്റാണ്. 9:30 മണി അതിന്റെ ശേഷമാണ് കടലിൽ കയറും. വെള്ളം വേലി ആവുമ്പോഴേ വെള്ളം കടലിൽ കയറും എന്ന് പറഞ്ഞാൽ അതുവരെ നമ്മളവിടെ ഇരുന്നിക്കുന്നു. പിന്നെ ഞങ്ങള് പള്ളിയിൽ പോയതിന്റെ ദിവസം നിങ്ങൾ കയറ്റിട്ടിക്കുന്നു. നിങ്ങള് മഗ്‌രിബിക്ക് പള്ളിയിൽ പോയപ്പോ ഇശായിനല്ല അത് കേറിയിട്ട് സാധനമൊക്കെ കളിയാക്കി. ഇല്ല മോളെ മഗ്‌രിബിന് നമ്മള് പള്ളിക്ക് പോയി വന്നതിന്റെ ദിവസം നമ്മൾ അവിടെ തന്നെ ഇരുന്നിക്കുന്നത്. ഇല്ല അത് തപ്പിയാ മതി. ഞാനും ഞാൻ ഒരു കാര്യം പറഞ്ഞു കേറ്റിട്ട് ഞങ്ങള് വേറെ കേറ്റിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ നമ്മള് ഇരുന്നോടത്ത് കടലിൽ കേറൂലെന്ന് പറഞ്ഞു. നമ്മള് കേറ്റി ഇട്ടുകയാണെങ്കിൽ തന്നെ നമ്മള് ഇരുന്നോടത്ത് കടൽ കയറില്ലാന്ന് ഞാൻ പറഞ്ഞു. അവിടെ കടൽ കയറിയില്ല. ഇന്ന് ഉമ്മ പറയണേ ഇവിടൊക്കെ നെയ്ച്ചോറ് തെയ്യൂലാന്ന്. ഞാൻ തൈര് വെറുംചോറുണ്ട് തിളപ്പിച്ച് ഊറ്റിയാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമ്മള് സുബൈക്ക് നീച്ചു പോയി നയിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ടെന്ന് തിളപ്പിച്ചിട്ട് ചോറുന്നാനുള്ളതാ. അത് ഇജ്ജിന്നും തിളപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട തിളപ്പിച്ചിട്ട് ചോറ്, എനിക്ക് പൊറോട്ട ചോറ് നല്ലതാണെങ്കിലും ഇപ്പൊക്ക് ചിക്കൻ കറി ഉള്ളന്ന് പൊറോട്ട മതി. ചിക്കൻ കറി ഇല്ലെന്നോ? എനിക്ക് അങ്ങനത്തെ ചിക്കൻ കറി ഒന്നും അങ്ങനൊന്നും ഇല്ല. ഇതില്ല ഞാൻ അങ്ങനെ വേങ്ങല്ലോ. എനിക്ക് മീൻകറി ആയാലും എന്തായാലും തിളപ്പിച്ചു വിറ്റിയ ചോറ് എനിക്ക് വേണ്ടത്. ആര്? ഞാന് ചിക്കൻ കറി ആയിട്ട് എന്ന് പൊറോട്ട അടിച്ചു പോത്തെ എന്ന് ഞാൻ വേങ്ങലില്ല. എനിക്ക് മീൻകറി ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ എങ്ങനെ ചിക്കൻ കറിക്ക് ഇതായി ചിക്കൻ കറിന്റെ അന്ന് ചിക്കൻ കറി അല്ല ഞാൻ പൊറോട്ട വാങ്ങട്ടെ പേരും ഇതെന്തായാലും പറയൂ. കാരണം എനിക്ക് തിളപ്പിച്ചിട്ട് ചോറ് എങ്ങനെ തീരണോ അതല്ല. നമ്മള് ഇവിടെ കഷ്ടപ്പെട്ട് ആയിട്ട് നിങ്ങൾ തിളപ്പിച്ചിട്ട് ചോറുന്നാ നിക്കാ. വേറെ പണിയൊന്നുമില്ല. വിളിച്ചറിഞ്ഞാടാ ആന്ന് ഇത് വലിയ വെളിറ്റ് എടുക്ക നമ്മളോട്. നിങ്ങൾക്ക് എത്ര വാങ്ങണ്ട? സാലിന് ഏകദേശം ഒരു കണക്കുണ്ടാവും. നമ്മള് വെട്ടി പഠിച്ച തുണിയാണ്. വെട്ടി പഠിക്കേ അല്ലാതെ നമ്മള് വെയിലുണ്ടാക്കാൻ വേണ്ടി കല്യാണത്തിന് ഇങ്ങനെ തലയിൽ കൂടെ ഇടൂലേ സാധനം. അതിന് നമ്മള് പൊറോട്ട അടിച്ചോ? എത്ര അനക്കെത്ര കുറച്ച് ചോറ്? പൈസ എന്റെ ഇല്ലേ അക്കൗണ്ടില്ലേ? അതിന് മേടിച്ചോ? അപ്പൊ ഉട്ടുണ്ട്. പിന്നെ അനക്ക് തരണോ? വാവക്ക് കണ്ടോ അനക്ക് തരണോ? അനക്ക് വേണോ പൊറോട്ട? തിളപ്പിച്ച ചോറ് ആർക്കാ? തിളപ്പിച്ച് കിട്ടിയ ചോറ് എനിക്ക് വേണ്ടപ്പോ
പൊറോട്ട അടിച്ചോട്ടോ. ഓക്കെ റങ്ങത്തല്ല പക്ഷെ ഇന്ന് മഴ സ്ഥിതിക്ക് നാളെ പൊരിഞ്ഞ വെയിലോ നാളെ നേരം പ്രവചന സിംഗല്ലേ നാളെ നേരം വെളുത്തിട്ടേ പറയുള്ളൂ. അല്ലാതെ എന്റെ മാതിരി രാത്രി എന്താ പറഞ്ഞത് തെറ്റി തലേന്ന് ശരിയാ പറഞ്ഞ ശരിയാണ്. കാലാവസ്ഥ നിരീക്ഷകൻ. ഇവിടെ ഒരാള് മിന്നലടിക്കുന്നതിനോട് ചെരുപ്പിട്ടുണ്ടെങ്കിൽ പണ്ട് അന്ന മിന്നലടിച്ച കഥ ചെരുപ്പിട്ട മിന്നലടിക്കില്ല. ഇപ്പൊ ഇവളില്ലേ ഇവളില്ലേ അടക്കി നിങ്ങൾ കത്തി കെടുത്ത് വെച്ചാണേ മുണ്ടാതെ നിക്കോ. ആരാണ്? സാലു. പൊറോട്ടന്റെ പൈസ വെച്ചെടുത്താണ് ചെരുപ്പ് അയച്ചു കൂടുക. ഹലോ ആയാണോ നിങ്ങക്ക് ചെറുപ്പത്തില് മിന്നലടിച്ചതാ? എനിക്ക് മിന്നലടിച്ചില്ല. ഇല്ലല്ലോ. ഇവിടെ ഒരാൾക്ക് മിന്നലടിച്ചിട്ടുണ്ടല്ലോ മോളെ. ഇങ്ങോട്ടേക്ക് അതായത് ഓളോളോ വല്യപ്പന്റെ കൂടെ കസാല ഇരിക്കാണല്ലോ. ഇന്നോട് പറഞ്ഞത് എങ്ങനത്തെ ഏത് ഇമ്പാക്ട് അറിയോ? ഇവിടെ ഇരുന്നിട്ട് ഓള് വല്യപ്പന്റെ കയ്യിൽ ഇരിക്കുന്നോടത്ത് തെറിച്ച് വീണ്ട മതിൽമ പോയി വീണത്. ഇത്ര ഡിസ്റ്റൻസിൽ അവൾ എന്നോട് പറഞ്ഞതേ. അങ്ങനെ ഞാൻ കല്യാണത്തിന് മുന്നേ കേട്ട കഥ ആണല്ലോ. അതിന് ഭയങ്കര ഞാനും വിശ്വസിച്ചു. നമുക്ക് കേൾക്കുമ്പോ സംഭവം ഉള്ളതന്നെ ആ മൈൻഡാണല്ലോ. അങ്ങനെ ഇവളെ ഉമ്മമ്മനോട് പോയി. ഉമ്മമ്മനോട് പോയിട്ട് ഇതേമാതിരി എല്ലാരും ഇരിക്കുന്ന സമയത്ത് ഇവരോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇവള് പറഞ്ഞതില് തെറ്റൊന്നുമില്ല. ഇവള് പറഞ്ഞ് തെറിച്ച് വീണത് ഇവള് എന്നോട് എനിക്ക് മാറ്റി പറയാം. ഇവളിനോട് പറഞ്ഞെന്താ പറയുക, പപ്പന്റെ കൂടെ കസാൽമേൽ തെറിച്ച് ഞാൻ വാതിലിന്റെ അവിടെ ഒക്കെ പോയി വീണത്. അപ്പൊ ഇവള് പറയണ ആ ഒരു സംഭവം കേൾക്കുമ്പോ നമ്മള് ഇങ്ങനെ ആയിരിക്കലോ ചിലപ്പോ ഇവള് പറയണ നമ്മള് കേൾക്കുമ്പോ നമ്മള് ആയിരിക്കും ഇവിടുന്ന് തെറിച്ചിട്ട് നമ്മള് അത്ര ഡിസ്റ്റൻസിൽ ഒരു മിനിമം 2 മീറ്ററെങ്കിലും അപ്പുറം വീണ്ടാവും. ഇപ്പൊ ഓള് ഇരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് തൊഴിഞ്ഞ് വീടാണ്. അതായത് ഇരിക്കണേന്റെ തൊട്ടടുത്ത് കേട്ടോ വീണത്. ഇവള് പറഞ്ഞ് പൊലിപ്പിച്ചുണ്ടല്ലോ. അത് മിന്നല് തട്ടിട്ട് വീണതല്ല, ഈ മിന്നലിന്റെ സൗണ്ട് കേട്ടിട്ട് അടിച്ച് വീണതാ. കയ്യൊക്കെ കരിഞ്ഞു മണത്തിയല്ലോ. മിന്നൽ മുരളി സിനിമ എടുത്ത് തന്നെ അവൾ ആലോചിച്ചു. തള്ള് ഇത് തള്ളു വണ്ടിയാ. മിന്നലടിച്ചിട്ട് മിന്നലടിച്ചിട്ട് കൈമിൽ അടയാളം ഉണ്ടെങ്കിൽ ആ അടയാളം എപ്പോഴും ഉണ്ടാവും. അത് പോവൂല. കൈ പൊള്ളിയാല് ഇതാ ഈ മനുഷ്യന്റെ കൈ അടയാളം പോവൂല. ഈ അടയാളങ്ങൾ നിങ്ങള് വിശ്വസിക്കണ്ടേ? അടയാളം പോവൂല. അതൊന്നും ഇന്നെ ബാധിക്കൂല. ഞാൻ പറയട്ടെ ഞാൻ സ്വിച്ച് ബോർഡിന്റെ നേരെ താഴത്തെ കിടന്നു. തള്ളാൻ പറ്റിയ സ്ഥലമാണ്. എനിക്ക് തള്ളേണ്ട ആവശ്യമില്ല. എനിക്ക് കള്ളം പറയണ്ട. തള്ളുമ്പോണ്ടല്ലോ അങ്ങനെ ശായില മിന്നൽ മുരളിക്ക് മിന്നൽ ശായിലായി. തള്ളനോ തള്ളുമ്പോണ്ടല്ലോ അതില്ല പറയും. തെറിച്ച് കള്ളം പറയരുത് കാക്ക. എനിക്ക് കള്ളം പറഞ്ഞു കേട്ടാലൊക്കെ ദേഷ്യം വരിക. നിങ്ങൾ എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ പറഞ്ഞ എങ്ങനെ അറിയാം? നിക്ക് ഞാൻ പറഞ്ഞു പറയട്ടെ. ഞാൻ പറഞ്ഞത് പറയാൻ പറ്റൂല. ഇല്ല പറ്റൂല. എനിക്ക് ഗ്ലോ ഇല്ല. ഞാൻ കൊറേ അറിയില്ല പറയാൻ നിൽക്കുന്നുണ്ട്. പറയാൻ ഞാൻ ആരും കേക്കണ്ട. ഇല്ലാത്ത എനിക്ക് നടന്നത് എനിക്കറിഞ്ഞാ പോരെ. നമ്മളോട് പറയുമ്പോഴുള്ള മാതിരി പറയണ്ടേ? ഞാനുള്ള കാര്യം എന്നാ പറഞ്ഞേ. മുറുക്കി പിടിച്ചിക്ക. അപ്പൊ മിന്ന അടിച്ചപ്പോ ഞാൻ ഇപ്പന്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ് വാതിൽ കട്ടിൽമല പോയിന്റെ തല വെച്ചടിച്ച്. ഇവിടെയാണ് സ്വിച്ച് ബോർഡ് ഉണ്ടാവുക. ഇവിടെ
കാക്ക ഇവിടെ സ്വിച്ച് ബോർഡ് ഉണ്ടായിട്ട് ഞാൻ അവിടെ ഉള്ള വാതിൽ കട്ടിൽമല പോയി തെറിച്ച് എന്നിട്ട് ഉപ്പന്നെയാണ് നിങ്ങളെ മുമ്പ് പറഞ്ഞു ഞാൻ അവിടെ കിടന്ന് കറങ്ങുണ്ടായിരുന്നു ഞാൻ സത്യാ പറയണേ എന്റെ ബോധം പോയി ഇന്ന് താഴത്തുള്ള ആൾക്കാരൊക്കെ കാണാൻ വന്നീനി ബോധം പോയതോ ഡോക്ടറെ കാണിച്ചൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞതോ ആ ബോധം അന്ന് പോയിട്ടില്ലെങ്കിൽ ഇന്നിപ്പോ ബോധം വെച്ചിരുന്നു എനിക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് ബോധം മനസ്സിലാക്കാനുള്ള ബോധം അപ്പൊ ബോധമില്ല എന്നുള്ളത് മനസ്സിലായി അന്ന് പോയ ബോധാണ് സാലുവോ എന്റെ മൂത്തച്ചിക്ക് മിന്നലടിച്ചപ്പോ പോയ ബോധാണ് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ പൊലിപ്പിച്ചില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല തെറിച്ച് വീണെന്ന് ഞാൻ പറഞ്ഞു തെറിച്ച് അങ്ങോട്ട് വീണോന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനല്ല അങ്ങനല്ല നമ്മളമ്മമാരുടെ അടുത്ത് പഴയ വീട് കാണിച്ചിട്ടുണ്ട് അതിന് എവിടെ ഞാൻ വീണത് ഞാൻ തെറിച്ച് വീണതാ ഇപ്പൊ വേറെ കാര്യം സമ്മതിച്ചതിനിടയില് അന്ന് ബോധം പോയില്ലല്ലോ ബോധം പോയി പിന്നെ ഇതുവരെ ബോധം കിട്ടിയിട്ടില്ല ഇതുവരെ വെച്ചിട്ടില്ല എനിക്ക് ചെങ്ങനല്ലോ അതിനെക്കാട്ടി എത്ര ബോധം അല്ല നിങ്ങള് ചീഞ്ഞ കഥ എനിക്കൊരവസരം കിട്ടും അന്ന് നിങ്ങളൊക്കെ ചെവിന്നുള്ളൂ കുളിക്കണേ എല്ലാം മണക്ക് കണക്കൊക്കെ ഈ കാക്ക കള്ളം പറഞ്ഞാൽ ഇവിടെ ആരും കള്ളം പറയില്ല കഥകളില് കഥ കൂട്ടി പറയും എന്നിട്ട് എന്നോട് പറയും കുറച്ച് നമ്മള് കയ്യിന്നിട്ട് പറയണം എന്നാലും കേൾക്കുന്നവർക്ക് ഒരു രസം ഉണ്ടാവും അപ്പൊ മനസ്സിലായില്ല ആരാ കള്ളം പറയണത് സിനിമ ഒക്കെ ശരിക്കുള്ളതാ നിങ്ങളെന്താ ഞാൻ പറയാൻ വന്ന മുങ്ങി പോയതാ എന്ത് ന്യായം പറയണെന്ന് ഉദ്ദേശിച്ചു എനിക്ക് ഉറപ്പാ ഞാൻ പറഞ്ഞ കള്ളം പറഞ്ഞു ഇപ്പൊ ലാസ്റ്റ് അങ്ങോട്ട് ഉമ്മമാരോടൊക്കെ പോയെന്ന് വരെ ചെറിയത് പറഞ്ഞ നിങ്ങൾക്ക് എന്താ ഉണ്ടായത് പിന്നെ ഞാൻ എനിക്ക് കള്ളം പറയണ്ട എങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഓള് പറഞ്ഞത് ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും ഇവിടുന്ന് അവിടെ വരെ അത്ര ഡിസ്റ്റൻസ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ 2 കിലോമീറ്റർ അപ്പുറത്ത് പറഞ്ഞ അങ്ങോട്ട് ചോദിച്ചു എന്നാ പറഞ്ഞു എനിക്ക് നിങ്ങള് പറഞ്ഞാല് കള്ളം പറയേണ്ട ആവശ്യമില്ല എന്റെ ഒരു ഡയറിയില് ഞാൻ നാട് വിട്ടു പോവാന്ന് എഴുതിയിട്ടുണ്ട് എന്തൊക്കെ പറയാ പാടായിരുന്നേ ഇതിന്റെ ഭാഗത്ത് കണ്ടേക്കാൻ ആവശ്യമില്ല അന്ന് പോയി മണക്കടാ നിങ്ങളോരോന്ന് പറഞ്ഞു നോക്കിക്കോളി എനിക്ക് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാരും കൂടി കള്ളം പറഞ്ഞിട്ടാ നിങ്ങളെല്ലാരും കൂടി കള്ളം പറഞ്ഞിട്ടാ നിങ്ങളൊന്നുകൂടി അതന്നെ ഞാൻ നിങ്ങള് പറയണേ ഞാൻ പറഞ്ഞത് സത്യാണോ അല്ലേ എനിക്കറിയാം നിങ്ങൾ ആരും ബോധിപ്പിക്കണ്ട
ഊക്കല്ലേ ഞാൻ ഊക്കല്ല നേരെ ഊക്കാൻ കിട്ടും. മോളെ ഞാൻ ഊക്കലുണ്ട് തന്നെ, ഞാൻ എന്നെ ഊക്കലുണ്ട് എന്തിന് എന്നില്ലല്ലോ, ഞാൻ ഓളെ ഊക്കലൊന്നുമില്ല. ഓള് നമ്മളാളാണ്, നമ്മളെ നിങ്ങളൊക്കെ തൊള്ള നമുക്ക് കുഞ്ഞാനെ ഊക്കണം കേട്ടോ. നമ്മളെ മരകളാണ്. ജേതാ ഓളെന്തൊക്കെ പറയാ ഞാൻ തെറിച്ചു മിന്നടിനെക്കാട്ടി മിന്നലടിക്കണ്ടേ റൂമിൽ കയറിയിരുന്നോ കേട്ടാ. മിന്നലടിക്കുന്നതിനെക്കാട്ടി ഇടങ്ങാറാ അവന്റെ ഭാഗത്ത് നിന്നാല്. ആ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് തട്ടുമ്പോ എല്ലാവർക്കും പഠിച്ചോളൂ. അപ്പൊ തെറിച്ച് വീകുക, മലർന്നു അയ്യേ എന്താണ് കാക്ക അതന്നെ മേലും മുഴുവൻ ഷായിലൊക്കെ പറയാനുള്ള അവസരങ്ങൾ ചിന്ന സപ്പോർട്ടിന്റെ എനിക്ക് പറയാനില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെയാണ് മിന്നടിച്ച് തെറിച്ചെന്ന് പറഞ്ഞ സത്യാവസ്ഥ എന്ന് പറയും? എത്ര എത്ര വരെ ഇപ്പൊ 2 വയറെടുത്തോണ്ടി സ്വിച്ച് ബോർഡിന്റെ ഉള്ളിൽ കുത്തിട്ട് കാണിച്ചരാ. മിന്നെ വേണമെന്നില്ലല്ലോ, പോയി കൈ കിട്ടോ. അങ്ങനെ അടിച്ചു പോയാലും മതി. അങ്ങനെ ഞാൻ നേരെ തെറിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ തെറിക്കണമെങ്കിൽ കുത്തിക്കോ, പോയി കൈ കിട്ടോ. എനിക്ക് ഓർമ്മയില്ല, ഞാൻ 7ാം ക്ലാസ്സിലോ. ഇതൊന്ന് കഥൊന്ന് പറയാം. ബോധം പോയിക്കല്ലോ. ഓക്ക് അടിച്ചത് ഓള് കണ്ണുറക്കണു വേറെ സ്ഥലത്താവും. അപ്പൊ ഓള് പറഞ്ഞെന്താരോ ബാബേ ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ ഇത് കേക്കേ ഞാൻ പറയണെങ്കിൽ ചിലപ്പോ ഓള് അടിച്ചപ്പില്ലേ ഓളെ ബോധം പോയിട്ടുണ്ടാവും. പക്ഷെ ഓള് കണ്ണ് തുറക്കണ വേറെ സ്ഥലത്താവും. അപ്പൊ ഓള് വിചാരിച്ചത് ചിലപ്പോ ഞാൻ തിരിച്ചിട്ട് അവിടെ പോയിട്ട് വീണേന്ന്. അതാവും. ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ കഥ മനസ്സിലായി. ഇപ്പൊ അതാണ് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണം, നിങ്ങൾക്ക് ഒരു നിർബന്ധമില്ല. എനിക്ക് എന്താ നടന്നത് എനിക്കറിയാം. നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നുകൊണ്ടേ അവന്റെ കൂടെ കഴിക്കൂല. ചായയിലൊക്കെ എർത്തടിച്ചിട്ട് എന്ത് പറ്റി? ഒരു ഫോട്ടോ ഇങ്ങനെ പിടിക്കും. എനിക്ക് പോവാൻ ബോധെങ്കിലും ഉണ്ട്, ഇവർക്ക് അതും ഇല്ല. ഇവർക്ക് നിങ്ങളൊക്കെ ഉണ്ട്, ചിരിക്കണ്ട. ഇപ്പൊ ഞാൻ അങ്ങനെ പറയോ? നമ്മക്കിട്ട് വെച്ചാൽ നമുക്കറിയാം. ഞാൻ സാലിനിട്ട് വെച്ചതാ. ഞങ്ങൾക്ക് എന്നാ പറഞ്ഞേ. അപ്പൊ ഇതില് എല്ലാരും ഞാൻ ഉണ്ടാവോ സത്യം ഇനിയിപ്പൊ എന്നാ ബോധം കിട്ടുന്ന ഫുഡ് ഇനി ഫുഡ് കഴിഞ്ഞിട്ട് നോക്കാം. പൊറാട്ട ഇതിഹാസ കഥകൾ ഭക്ഷണത്തിന് മിന്നൽ ശൈലന്റെ അല്ല, ഇസ്മാൻ ഇബ്രാഹിമിന്റെ കുറെ കഥ ഉണ്ട്. ഇന്ന് മിന്നലും തട്ടി, ചിലവരെ വേറെ ഒരു സാധനം തട്ടി. പറയട്ടെ വീഡിയോ എടുക്കുക, ഞാൻ പറയാ. കുഞ്ഞാട് അതൊക്കെ പറയണ്ടേ. കുഞ്ഞാറ് കാര്യങ്ങളില്ലേ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കെ എന്നിട്ട് നമ്മള് നോക്കുന്ന കാര്യങ്ങൾ എടുത്തിടും. അന്ന് കൊറേ കാര്യങ്ങൾ കുഞ്ഞാനുണ്ട്. എന്നിട്ട് കുഞ്ഞാവ് അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയില്ലേ. കുഞ്ഞാൻ തരാ പറയാ, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരിട്ടാൽ ഇനി മുതൽ അടിക്കില്ല. അപ്പൊ എന്തേ ഇനിയിപ്പോ ഇവിടെ എന്താണ്, ഇവിടെ ആരും എന്ത് എഴുതി ചെയ്യില്ല, എന്ത് കാര്യം അത് എടുത്തിടണം കേട്ടാ. ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ആക്റ്റീവായി. തളർച്ചൊക്കെ മാറി. എന്തോ എർത്തിന്റെ കളിയല്ലേ.
അതൊക്കെ വെറുതെ ചെയ്താ. ഇവിടെ തൊട്ടാ മതി. സായിലാനെ തൊട്ടാ മതി. Statistic energy ഒക്കെ വെറുതെ test ചെയ്താ. ഞാൻ പറഞ്ഞില്ല സായിലാനെ തൊട്ടാ മതി വെറുത്തല്ല അടിച്ചു ആരാ വെറുതെ എന്തിനാ ഇവിടെ സോളാർ വെക്കണേ എന്നെ വെച്ച് കണ്ടുണ്ടാക്കിക്കൂടെ ഉള്ള കാരണം പോവും അന്നച്ചിതാക്കി അത്രേ ഉള്ളൂ ചിലപ്പോ ഓളെ വെച്ച് നമ്മളൊക്കെ തെറിച്ചു പോകും അങ്ങോട്ട് എത്തും അങ്ങനെ എത്തും ചിലപ്പോ പിന്നെ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല അന്നെ ഇടക്കിടക്ക് മിന്നടിക്കുന്നുണ്ട് കുറച്ച് അങ്ങനെയും ചെയ്ത് പോവില്ല ഫ്ലാഷ് പക്ഷെ ഷൈനെ ആര് കളിയാക്കിയാണ് ആൾക്കാരെ ഇറങ്ങും അടിക്കാൻ ഉഗാണ്ട ഫാൻസ് ഉണ്ട്, ഖത്തർ ഫാൻസ് ഉണ്ട്. അതുപോലെ പഴയ ഫാൻസ് ഒന്നും ഇങ്ങനെ വരുന്നില്ല. എന്താ ഇന്നെന്തായാലും പൂർവാധികം ശക്തിയോട് കൂടെ ഫാൻസ് തിരിച്ചു പക്ഷെ ഇന്ന് എന്തായാലും വരും ഷൈന അത്ര ഇഴിഞ്ഞിക്കണല്ലോ അപ്പൊ എന്തായാലും വരും ഷൈന ഇപ്പച്ചിക്കില്ല ക്യാമറ തിരിഞ്ഞപ്പോ ഇപ്പച്ചി ഇങ്ങനെയാണ് ക്യാമറ വിളിക്കാം ഞാൻ സായിലാന്റെ കാര്യം ആലോചിച്ചു സായിലാൻ നിങ്ങൾ രണ്ടാളും അല്ലാതെ ഊക്കരും ഞാൻ അത് ആലോചിച്ചതാണ് ഞാൻ ഊക്കരില്ലല്ലേ എന്നെ ഞാൻ വന്നാ പറയാ മാറി പറയും 45 കിലോയില് 450 കിലോന്റെ തള്ളാണ്. അന്നെ അന്ന് ഷൈനൊന്നും ഡയലോഗിന് ഒരു കുറവില്ല. ശരി 70 കിലോയില് നേരത്തെ പറയും കരി പറയും കുഞ്ഞാവ് എന്താണ് അതിലായത് ചട്ടട് അന്റെ ഉടായി കുഞ്ഞാന്റെ ഉടായിപ്പില്ലേ അവര് കുഞ്ഞാവ് മുണ്ട് മാത്രം സാലിന്റെ കഥ അറിയോ സാല് പാട്ട് പഠിക്കാൻ വരെ പോയിക്കണം എന്തിന് പാട്ടടിക്കാനോ ആദ്യത്തെ ടേപ്പില് സാല് പാട്ട് പാട്ട് പഠിക്കാൻ ദിവസമൊന്നും പോയിട്ടില്ല നമുക്ക് പ്രശ്നമില്ല എന്നിട്ട് ഇപ്പോഴും റിഹേഴ്സൽ എടുക്കും ബാത്റൂമിൽ വെച്ചിട്ട് ഞാൻ പാട്ട് പാടുന്നില്ല പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല എന്നാ കുഞ്ഞാവ് ഷർട്ട് ഇട്ടുവാ എന്താ അന്നെ പറയുമ്പോ എന്താ തട്ടിടാൻ പറഞ്ഞു അത് പറ്റൂലല്ലോ അത് പറ്റൂല അത് സാറില്ല കുഞ്ഞാനും പറയേ ഇന്നലെ കുളിച്ചല്ലോ സാലുവ കുഞ്ഞാവല്ലേ എന്നോട് ഷോപ്പിൽ നിന്നാണ് ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല ആരോട് വേണേ വെച്ചോ പക്ഷെ ഓള് നേരത്തെ പറഞ്ഞ് അത് ഓള് സത്യമായിട്ടാ നേരത്തെ കളിയാക്കി ഇജി കഥ ഓളോട് പറയാതെ ഓളിപ്പ ഡിപ്രഷന്റെ കാര്യം പറയില്ലല്ലോ. ഡിപ്രഷന്റെ മൂവി ഞങ്ങളോട് പിടിച്ചിക്കാനും വേണ്ടിട്ട് കരുതില്ല. എന്താ പാവേ ഇപ്പോഴത്തൊക്കെ ഈ ഇറക്കിയതാ ഇപ്പോഴത്തൊക്കെ ഇറക്കിയ ഇന്റത് നിങ്ങൾ കൊറേ കള്ളം പറഞ്ഞില്ല അപ്പൊ ഞാനും പറയും മനസ്സിലായി അത്രേ ഉള്ളൂ. കള്ളന്തിന് പറഞ്ഞ ആവശ്യം കള്ളം മാത്രം ഈ ഒറ്റയടിക്ക് താന്ന് നേരത്തെ ഈ ഒറ്റയടിക്ക് താന്ന് ഇത്ര മതി. ഇത് പറഞ്ഞിട്ടില്ലേ കുഞ്ഞാവ് എന്നാലും കുഞ്ഞാക്ക് വേറെ ഒന്നും സങ്കടം ഉണ്ടായിരുന്നു. നല്ല സങ്കടം ഉണ്ട്, നല്ല വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞെ സമ്മതിച്ചു. എനിക്ക് അങ്ങനെ പണി കിട്ടിയ പാടത്തിന് നിങ്ങൾ ആദ്യം നോക്കിയത് നിങ്ങളാണ്. ചെക്കന്മാരെല്ലാരും കൂടി അന്ന് ഈ വീഡിയോയിൽ ഇടലില്ലല്ലോ, ഊക്കലല്ലോ ഉള്ളേന്. അന്ന് എന്റെ കണ്ണുമോറ് എന്തേലും എനിക്കറിയല്ലോ. അമ്മക്കറിയാം സാബിറ
ട്രിപ്പൊക്കെ പോയി ഒരു മയത്ത് പോയി കാണാൻ ട്രിപ്പ് പോയി ഞാൻ മോനെ ഓടുന്ന വരെ എന്ത് വരുന്നത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ മയത്ത് നിൽക്കുമ്പോൾ ഇന്നും പോലും മെയിൻ ചെയ്യാതെ പോയിക്കളു. ഇപ്പൊക്കെ സത്യം ഞാൻ മയത്ത് നടന്ന് വരിക ബസ്സൊന്നും കിട്ടാഞ്ഞിട്ട് അത് അമ്മാരി പൊളിക്ക് ഇന്റെ അടുത്ത് കൂടെ പോയത് കുഞ്ഞാവ അൻവറാക്ക പിന്നെ ആരൊക്കെ അക്കു ഓരൊക്കെ ആരൊക്കെ ഉണ്ടാവും ഇവരൊക്കെ ഉണ്ട് ഇന്റെ അടുത്ത് കൂടെ വരല്ലേ. ഞാൻ എത്ര വിളിച്ചേ കുഞ്ഞ് ഇന്നെ കണ്ണുണ്ടാവും ചിലപ്പില്ല പോയാലോ ഇങ്ങോട്ട് ഇന്നെ തിരിഞ്ഞു നോക്കിട്ടില്ലേ എന്നിട്ട് ഇവിടെ എത്തിയപ്പോ ചിന്തയില്ല അവിടെ ഇന്ന് അന്നില്ല അന്ന് തേച്ചി നിറഞ്ഞ ഇവിടെ വന്ന് പറഞ്ഞപ്പോ ഞാൻ ഊക്കിയപ്പോളേ അന്ന് വരെ കണ്ണുമോറ് കാണണ്ടേ ആ കരച്ചിലല്ല സങ്കട എന്താ പറയും കൂടുതൽ കണ്ണീര് തീർന്നിട്ടാവും ഇവിടെ എത്തിയത് അതാവും കരയാഞ്ഞ് പിന്നെ ആകെ സീനാവും മകന്മാര് ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങള്. എന്നോട് എടുക്കാൻ മാത്രമേ അറിയുള്ളൂ, അടിക്കാനൊരു സുഖം എടാ നിങ്ങള് കയ്യില് എന്താ പറയാ പോയിന്റ് കയ്യില് പോയപ്പോൾ എടുത്തിട്ടുണ്ട് വാങ്ങിയത് അൾമാറെന്തിനാ വാങ്ങണത് തുറന്നാലും അറിയേ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ അൽമാറാന്ന് പറഞ്ഞ തെറ്റിട്ടോ അൽമാറെന്ന് ശരിക്കും കാണുന്നുണ്ട്. മഴ പെയ്യുന്ന ഇതിന്റെ ബാക്കിൽ സംഭവം ഉണ്ട് കാണിച്ചു തരാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പക്ഷെ ഇതൊക്കെ ചൊറീനൊക്കെ വാൽക്കൽപ്പം ഇങ്ങോട്ട് പോത്ത് ചൊറീന എനിക്ക് ചൊറീന ഷായില എല്ലാ വീഡിയോന്റെ കമന്റിൽ വരുന്നുണ്ട് എന്റെ മടക്കി വെക്കുന്ന വീഡിയോ. സാധാരണ മടിക്കേക്കുന്നതാണെങ്കിൽ എപ്പോഴും കാണിക്കും. പക്ഷെ ഒരു അലമാറ നന്നാക്കണമെന്നുണ്ടെങ്കിൽ എനർജി കിട്ടില്ലല്ലേ ഒരു അലമാറ ഫുള്ളായിട്ട് മടക്കണമെന്നുണ്ടെങ്കിൽ ഒരു എല്ലാവരും ഉള്ളത് മടക്കാം. വീഡിയോ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ ഇപ്പൊ എടുക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു അതിന്റെ ഇടയിൽ കൂടെ ഞാൻ നല്ല കോളക്കാരൊക്കെ ഇങ്ങനെ വെച്ചിങ്ങനെ എടുത്തിട്ട് നാളെ മറ്റന്നാളെങ്കിൽ ഈ ഗവൺമെന്റിൽ ഏതെങ്കിലും കളി വീഡിയോ എടുത്ത് തുടങ്ങാൻ മറ്റന്നാളെ മറ്റന്നാളെന്താ ഞായറാഴ്ച ഷായില ഫാൻസിന് സമാധാന വാർത്ത വരുന്നുണ്ട്, സന്തോഷ വാർത്ത വരുന്നുണ്ട്. പറഞ്ഞില്ല ഞങ്ങള് ശ്രദ്ധിച്ചില്ല നോമ്പിന്റെ സമയത്ത് എത്രമാതിരി ഫാൻസിനി ഉഗാണ്ട ആഫ്രിക്ക അവരൊക്കെ പോയി തെറ്റിയ അവരൊക്കെ പോയി. ഇതില് വരൂ മിന്നലേറ്റി മിന്നൽ മുരളി തെറ്റിട്ടുണ്ട്. മിന്നൽ ഷായില എന്താ മിന്നൽ ഷായില ഷായിലേക്ക് മിന്നലടിച്ചിട്ട് എനിക്ക് തോന്നാതെ അങ്ങനെയാണോ ഓളെ നിക് നെയിം മിന്നു ആക്കിയത്? കണ്ട അപ്പോൾ ഇന്റെ പേരറിയില്ല. അതുകൊണ്ട് പേര് മിന്നു ആക്കിയത്. എനിക്ക് ജനിച്ചപ്പോൾ അതാ പേര്. പിന്നെ ഇവിടെ വന്നതിന്റെ ചില പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിന്റെ സിജല്ല മോക്ക് വിളിക്കാനൊക്കെ എടുത്തോണ്ടേ പുറത്തുണ്ടെന്ന് നോക്കി ഫോൺ പുറത്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങള് പുറത്തു കൊണ്ടേനി ഒരു ഫോൺ ആകെ ഫോൺ എടുക്കല് ഇത് സീരിയൽ കാണാനാണ്. സീരിയൽ കാണോ എങ്ങനെ അറിയോ? സീരിയലാണ് ഫോൺ ഇവിടെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഓളെന്താ മാറ്റിന് ഓളെന്താ എടുക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ രാത്രി തല കടഞ്ഞിട്ട് നിക്കാൻ ഇജ്ജ് പറഞ്ഞില്ല നടക്കുന്നൊക്കെ ഫോണിനാണ് നടക്കുന്നത്. ആരുടെ ഇങ്ങനെ ഏതാ സീരിയൽ ഇത്? അതാ പോയി എടുക്കുന്നത് ഫോണാക്കുന്നത്. സീരിയലൊക്കെ ഞാൻ ഡിലേറ്റ് ആക്കാൻ പോവാണ് ഇത്.
തപ്പിന് എന്തായി എന്ത് ഡോറടിച്ചു ഏ ഇല്ല ഞാൻ പോണില്ല സാനു അപ്പൊ ഗൈസ് കാണാഞ്ഞിട്ട് ചെവിയുള്ളവർക്ക് മനസ്സിലായി ഇവിടുത്തെ വല്ലടി ഞാൻ കുറ്റിയിടാൻ പോയത് അടിയിൽ ഇല്ല ഇല്ല അടിയിൽ ഈ ഇതിന്റെ മേലെ നിങ്ങളെ ബാഗ് വെച്ചിരുന്നു ഇതാ അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാരും പൊതുവെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ബാക്കിയുണ്ട് വരും. ബൈ.